എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 65-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. ദിവസവും കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് മുടക്കമില്ലാതെ കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. +2 റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം അനു പിന്നെയും പുനരധിവാസ കേന്ദ്രത്തിൽ പോയി. ലീലാമ്മച്ചിയെ കണ്ടു. ലീലാമ്മച്ചിയെ മാത്രം കാണാനാണ് പോയത്. എന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സഹായിക്കേണ്ട വേറെയും കുറേ ആളുകളുണ്ട്. അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ അവളോട് ആവശ്യപ്പെടും. എല്ലാവർക്കും അവൾ മകളുടെ സ്ഥാനത്താണ്. അതുകൊണ്ട് സ്വന്തം മക്കളോട് പറയുന്നത് പോലെ അല്പം അധികാരത്തിൽ തന്നെ അവർ അനുവിനോട് പറയും. പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൾ ചെയ്തു കൊടുത്തിട്ടാണ് പോരുക. അവരുടെ എല്ലാം അനുഗ്രഹം അവളുടെ കൂടെ ഉണ്ടാവും. എന്നാലും എപ്പോഴും അനുഗ്രഹം വേണം എന്നാഗ്രഹിക്കുന്നത് ലീലാമ്മച്ചിയുടേതാണ്. അനു വന്നു കഴിഞ്ഞിട്ട് 2-3 പേരുടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. എന്നിട്ടാണ് ലീലാമ്മച്ചിയുടെ അടുത്തേക്ക് അവൾ എത്തിയത്. അപ്പോൾ അവളെ തന്നെ നോക്കിയിരിക്കുന്നു ലീലാമ്മച്ചി. ചെറിയൊരു ചിരിയുമായിട്ടാണ് ആ ഇരിപ്പ്. ഞാൻ എൻ്റെ സുന്ദരിക്കുട്ടിയെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. വരാൻ നേരം കിട്ടിയില്ല അല്ലേ? കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു കോൺവെൻറ്റിൽ. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോരാൻ സമയം കിട്ടിയില്ല. പിന്നെ തീരെ കുറച്ച് സമയം പോരല്ലോ ഇങ്ങോട്ട് വരണമെങ്കിൽ. ഏറ്റവും കുറഞ്ഞത് ഉച്ചവരെയുള്ള സമയമെങ്കിലും ഒഴിവ് കിട്ടിയാലല്ലേ പോരാൻ പറ്റൂ. പിന്നെ ഇന്നിപ്പോൾ കാര്യമായിട്ട് ഓടി വന്നത് എന്താ? മുഖം കണ്ടാൽ അറിയാമല്ലോ എന്തോ എന്നോട് പറയാനുണ്ടെന്ന്. ആരോരുമില്ലാത്ത എന്നോട് ഒരു കാര്യം പറയാനുള്ള ഒരാളുണ്ടായെങ്കിൽ അത് വലിയ കാര്യമല്ലേ? എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അന്നത്തെ കഥയുടെ കുറച്ച് ബാക്കിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ അതിനുശേഷം പിന്നെ മക്കളുടെ ഒരു വിവരവും കിട്ടിയില്ലേ? അത് ചോദിക്കുകയും ചെയ്യാം. പിന്നെ നാളെ എൻ്റെ റിസൾട്ട് വരികയാണ് എന്ന വിവരവും പറയാം എന്ന് വിചാരിച്ചാണ് വന്നത്. ചേട്ടൻ മരിച്ചിട്ട് അറിയിക്കാൻ ശ്രമിച്ചതും അതിന് കഴിയാതെ പോയതുമായ വിവരങ്ങളാണ് അന്ന് പറഞ്ഞു നിർത്തിയത് എന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ പ്രത്യേകമൊന്നും പറയാൻ കാര്യമില്ല. അന്ന് മുതൽ ഇന്നുവരെ താൻ തൻ്റെ മക്കളിൽ ആരെങ്കിലും വരും എന്ന് കരുതി കാത്തിരിക്കുന്നതാണ്. വരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരിൽ ആർക്കെങ്കിലും ഒന്ന് വിളിക്കുകയോ ഒരെഴുത്തയക്കുകയോ ചെയ്യാൻ മേലേ? അവരാരും അത് ചെയ്തിട്ടില്ല. ഞാനായിട്ട് അവരെ ആരെയും പ്രാകുകയോ അവർക്ക് മോശം എന്തെങ്കിലും വരാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. അവർക്ക് നന്മ തന്നെ വരട്ടെ. എന്തായാലും ഇങ്ങനെ അവഗണിക്കാൻ മാത്രം കുറ്റമൊന്നും ഞങ്ങൾ 2 പേരും അവരോട് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്ത് എന്ന് ഒന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ നേരിൽ കണ്ടാൽ കൊള്ളാം എന്നും ആഗ്രഹമുണ്ട്. ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ദൈവം തമ്പുരാൻ അത് നടത്തിത്തരും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എനിക്കല്പം പോലും പ്രതീക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നിരാശയുമില്ല. എന്നെങ്കിലും ഒരു ദിവസം നിനക്ക് കേൾക്കാം ലീലാമ്മ മരിച്ചു എന്ന്. മോളെങ്കിലും അമ്മച്ചിക്ക് വേണ്ടി 2 തുള്ളി കണ്ണുനീർ വീഴ്ത്തും എന്ന് എനിക്ക് തീർച്ചയാണ്. അവസാന കാലത്ത് എനിക്ക് കിട്ടിയ നേട്ടമാണ് നീ. ഈ അമ്മച്ചിക്കിപ്പോൾ മരണത്തെപ്പറ്റിയും അടക്കിനെപ്പറ്റിയും അന്നത്തെ കരച്ചിലിനെപ്പറ്റിയും മാത്രമേ ചിന്തിക്കാനുള്ളൂ. എന്തു തന്നെയാണെങ്കിലും മനുഷ്യൻ മരിക്കില്ലേ? അതില്ലാതിരിക്കാൻ വേണ്ടി ആരും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പെട്ടെന്ന് മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. എല്ലാത്തിനും ദൈവം നിശ്ചയിക്കുന്ന ഒരു സമയമുണ്ട്. അതിനേക്കാൾ മുൻപോ പിൻപോ പോകാൻ ഒരാൾക്കും കഴിയില്ല. ഞാനിപ്പോൾ അമ്മച്ചിയെ കാണാൻ ഓടി വന്നതേ അമ്മച്ചി പറഞ്ഞ് എന്നെ കരയിപ്പിക്കും എന്നതുകൊണ്ടല്ല. കരയാൻ ആവശ്യത്തിനും കൂടുതൽ എനിക്ക് തന്നെ കാര്യങ്ങളുണ്ടല്ലോ. അമ്മച്ചിയുടെ ദുഃഖം മുഴുവൻ കേട്ട് കരയാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. അത്രയേറെ അനുഭവിച്ചു അല്ലേ അമ്മച്ചി? അതുകൊണ്ട് ഇനിയുള്ള കാലം കരയണ്ട. കൂടുതൽ പ്രതീക്ഷകളൊന്നുമില്ലാതെ സന്തോഷമായി കഴിയുക. ഞാനുണ്ടല്ലോ അമ്മച്ചിക്ക് മകളായി. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട എന്ന് വെച്ചാൽ മതി.
ഒന്നുമില്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ കൂട്ടുണ്ടാവും എന്ന് പറയുന്നത് എത്രയോ ശരി. അവസാന കാലത്ത് ഇത്ര അധികാരത്തോടുകൂടി സംസാരിക്കാൻ ഇവളില്ലേ? സ്വന്തമെന്ന രീതിയിൽ ചിന്തിക്കാൻ ഒരു കുഞ്ഞ് തൻ്റെ തൊട്ടടുത്തുള്ളത് തന്നെ വലിയ അനുഗ്രഹമല്ലേ? ഇത്രയുമൊക്കെ ലഭിക്കാനുള്ള അർഹതയെ ഈ ലീലാമ്മയ്ക്കുണ്ടാവുകയുള്ളൂ. ഉള്ളതുകൊണ്ട് സമാധാനിക്കാം. എന്നാലും ഇവൾ വന്നപ്പോൾ പരീക്ഷയുടെ കാര്യം എന്തോ പറഞ്ഞല്ലോ, അതൊന്ന് ചോദിച്ചു നോക്കിയേക്കാം. അല്ല, എൻ്റെ സുന്ദരിക്കുട്ടി വന്നപ്പോൾ 2 കാര്യങ്ങളല്ലേ പറഞ്ഞിരുന്നത്? കഥയുടെ ബാക്കിയും പിന്നെ വേറെ എന്തോ ഒന്നും കൂടെ. അത് ഞാനും അങ്ങ് മറന്നുപോയി. ഏതായാലും അതും കൂടെ പറ, കേൾക്കട്ടെ. അതോ, നാളെ ഞങ്ങളുടെ പരീക്ഷാഫലം വരികയാണ്. മിക്കവാറും ജയിക്കും. നല്ല മാർക്കും കിട്ടിയേക്കും. ഞങ്ങൾ പരമാവധി പഠിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവാതിരിക്കില്ല. പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെ ഉപരിപഠനത്തെപ്പറ്റി തീരെ പ്രതീക്ഷയില്ലായിരുന്നു. എന്നാലും ഇപ്പോൾ അതിനുള്ള സൗകര്യവും ഒത്തുകിട്ടിയിട്ടുണ്ട്. എന്തായാലും 3 കൊല്ലത്തെ പഠനമെങ്കിലും അവർ നോക്കും. അതായത് ഡിഗ്രി വരെ അല്ലേ? അത്രയൊക്കെ കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ജോലിയിലേക്ക് തപ്പിപ്പിടിച്ച് കയറാൻ കഴിയും. പരിശ്രമിച്ചാൽ ഒരു BEd കൂടി എടുത്താൽ രൂപതക്കാർ നിയമനം തരാതിരിക്കില്ല. ഡിഗ്രി വരെയുള്ള പഠനത്തിനാണ് ഇപ്പോൾ സഹായിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നവർ സാമ്പത്തിക സഹായം ചെയ്യുക. അതിനുശേഷമുള്ള കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അതും ആരുടെയെങ്കിലും സഹായം ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ലീലാമ്മച്ചി അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. വർഷങ്ങൾക്ക് മുമ്പ് ലീലാമ്മച്ചി സ്വന്തമായി സമ്പാദിച്ച കുറച്ച് പണം ഒരു ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി ഇട്ടിട്ടുണ്ടായിരുന്നു. 5000 രൂപയേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അത് ഓരോ വർഷം കൂടുമ്പോഴും പലിശ മുതലിനോട് ചേർത്ത് ബാങ്ക് തന്നെ പുതുക്കും. ഇപ്പോൾ മിക്കവാറും 500,000 രൂപയെങ്കിലും ഉണ്ടാകും. ചിലപ്പോൾ അതിൽ കൂടുതലും കാണും. അത് ബാങ്കിലിട്ടിട്ട് 10-25 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാവും. കൃത്യമായി ഓർക്കുന്നുകൂടിയില്ല. പെട്ടിയിൽ എവിടെയോ അതിൻ്റെ രസീതിരിപ്പുണ്ട്. അതിൻ്റെ അവകാശം ഈ കൊച്ചിൻ്റെ പേരിൽ എഴുതി കൊടുത്താൽ അവൾക്ക് അതൊരു ഉപകാരമാകും. BEd പഠനത്തിന് തൽക്കാലം ഒരു സഹായമാകുമല്ലോ. എന്തായാലും ഓർത്ത സ്ഥിതിക്ക് അവളെക്കൊണ്ട് തന്നെ അത് നോക്കിക്കാം. ലീലാമ്മച്ചി ആ കാര്യം അനുവിനോട് പറഞ്ഞു. ആദ്യമൊക്കെ കുറേ നിഷേധിച്ചു. എങ്കിലും അവസാനം അനു സമ്മതിച്ചു. പെട്ടിയുടെ അടിയിൽ നിന്നും അത് കണ്ടെടുക്കുകയും ചെയ്തു. ഇത് 5000 അല്ല, 10,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. 30 വർഷമായി. ഇപ്പോൾ തുക കുറേയേറെ കൂടിക്കാണും. ലീലാമ്മച്ചി ഒപ്പിട്ട് തന്നാൽ ഞാൻ പോയി അത് എടുത്തു കൊണ്ടുവന്ന് അമ്മച്ചിക്ക് തന്നെ തരാം. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന തനിക്കെന്തിനാണ് പണം? ഇവൾക്കാണെങ്കിൽ പഠിക്കാൻ പണത്തിന് ആവശ്യമുണ്ട് താനും. അതുകൊണ്ട് അത് ബാങ്കിൽ നിന്നും എടുത്ത് ഇവളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഡിഗ്രി പഠനത്തിന് ശേഷം ഇവൾക്ക് ആ തുക ഉപയോഗിക്കാൻ കഴിയും. അത്രയും കാലം താൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഇവൾക്ക് പിന്നെ ആ തുക ബാങ്കിൽ നിന്ന് പിൻവലിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതെടുത്ത് ഇവളുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ലീലാമ്മച്ചിയുടെ അക്കൗണ്ടിലുള്ള പണം വാങ്ങാൻ എനിക്കെന്താണ് അധികാരമുള്ളത്? അതിന് അവകാശപ്പെട്ടവർ മക്കളല്ലേ? അവരെ ആരെയെങ്കിലും ആയിരിക്കുമല്ലോ നോമിനിയായി ബാങ്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്കല്ലേ പണം പിൻവലിക്കാൻ കഴിയൂ? അല്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയോ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുകയോ ചെയ്യണമെങ്കിൽ കോൺവെൻറ്റിൽ നിന്നും അനുവാദം വേണം. അതുകൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നാളെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒന്ന് അനുഗ്രഹിക്കുക. ഞാനിപ്പോൾ കോൺവെൻറ്റിലേക്ക് പോകട്ടെ. ലീലാമ്മച്ചിയുടെ കൈയെടുത്ത് തലയിൽ വെച്ച് അനുഗ്രഹം വാങ്ങിയതിന് ശേഷം അവൾ ലീലാമ്മച്ചിക്ക് സാധാരണ കൊടുക്കാറുള്ള നെറ്റിയിലെ ചുംബനവും കൊടുത്ത് കോൺവെൻറ്റിലേക്ക് പോയി. ലീലാമ്മ ചേട്ടത്തി ആ പണം അനുവിൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള പരിശ്രമം തുടങ്ങി. അതിനായി ആദ്യമായി അവർ ചെയ്തത് പുനരധിവാസ കേന്ദ്രത്തിലെ സെക്രട്ടറിയോട് ഈ വിവരം പറയുകയാണ്. അയാൾ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാം എന്ന് ലീലാമ്മച്ചിയെ അറിയിച്ചു. അദ്ദേഹം തന്നെ ബാങ്കിൽ പോയി ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റ് ബാങ്കിൽ കാണിച്ചു. അപ്പോഴാണ് അവർ ആ തുക കൂട്ടി നോക്കുന്നത് തന്നെ.
ഓരോ കൊല്ലവും തുക കൂട്ടിക്കൂട്ടി ഇടുന്നതാണ് എങ്കിലും പിൻവലിക്കാൻ ആരും വരാത്തതുകൊണ്ട് അതിൻ്റെ ഫൈനൽ എമൗണ്ട് കണക്കാക്കി വെച്ചിരുന്നില്ല. ഇപ്പോൾ ഈ തുക പിൻവലിക്കുകയോ നിങ്ങൾ പറഞ്ഞതിൻ പ്രകാരം വേറെ ആരുടെയെങ്കിലും പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പിന്നെ പണം പിൻവലിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് പിൻവലിക്കുകയല്ലേ വേണ്ടത്. അങ്ങനെ അനുവിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിക്കാൻ വേണ്ടി പിന്നത്തെ പ്രാവശ്യം സിസ്റ്റർ വന്നപ്പോൾ ലീലാമ്മച്ചി നിർബന്ധമായി ആഗ്രഹം പറഞ്ഞു. സിസ്റ്റർ പോയി അനുവിനോട് കാര്യം പറഞ്ഞു. അവൾ കുറച്ച് എതിർത്തു, എന്നാലും അവസാനം സമ്മതിച്ചു. പിന്നെ കാര്യങ്ങളെല്ലാം വേഗം നടന്നു. ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്ന തുകയും പലിശയും ചേർത്ത് ഏകദേശം 1,70,000 രൂപയോളം വരും. ആ തുക മുഴുവനും അനുവിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. 3 വർഷത്തിന് ശേഷം മാത്രമേ ഇനി അത് പിൻവലിക്കാൻ കഴിയുകയുള്ളൂ. അതായത് വീണ്ടും അത്രയും തുക 3 വർഷത്തേക്ക് ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി ഇട്ടു. അത് കഴിഞ്ഞ് മാത്രമല്ലേ പഠനത്തിന് ആവശ്യം വരുന്നുള്ളൂ. അപ്പോഴേക്കും പരമാവധി തുക കിട്ടുന്നതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. കാര്യങ്ങളെല്ലാം ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ലീലാമ്മച്ചി അനുവിനോട് ചോദിച്ചു, സുന്ദരിക്കുട്ടിക്ക് പഠിക്കാനുള്ള തുകയും ഇല്ലെങ്കിൽ അതിന് പോരാത്തതും മാത്രം മറ്റാരുടെയെങ്കിലും അടുത്തു നിന്ന് സഹായം ചോദിച്ചാൽ മതി. ഏതാണ്ട് അതിനുള്ള തുക തികഞ്ഞേക്കും എന്നാണ് എൻ്റെ ഒരു കണക്ക്. തികഞ്ഞില്ലെങ്കിലും ഇതുപോലെ സഹായിക്കാൻ ആരെങ്കിലും കാണും. എനിക്കാകെ അത്രയുമേ കഴിഞ്ഞുള്ളൂ. അതുതന്നെ വലിയൊരു കാര്യം. അമ്മച്ചിയുടെ അടുത്തു നിന്നും സഹായം സ്വീകരിച്ചത് അനുവിന് വലിയ വിഷമമായിരുന്നു. ഒരു സഹായത്തിനു വേണ്ടി ഒന്നുമല്ലല്ലോ അവൾ ആത്മാർത്ഥമായി ലീലാമ്മച്ചിയെ സ്നേഹിച്ചത്. അപ്പോൾ അവിടെ നിന്നും സഹായം സ്വീകരിച്ചതിൽ എന്തോ ഒരു വിഷമം പോലെയായിരുന്നു അവൾക്ക്. എന്നാൽ അത് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്: നിനക്ക് എന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ ഞാൻ തരുന്നത് ഒരമ്മച്ചി തരുന്നത് പോലെ നീ സ്വീകരിക്കും. അതില്ലെങ്കിൽ പിന്നെ വിഷമം തോന്നും. അതുണ്ടെങ്കിൽ ഒരു വിഷമത്തിൻ്റെയും ആവശ്യമില്ല. അത്രയും പറയാൻ മാത്രമേ അവൾ സമ്മതിച്ചുള്ളൂ. ലീലാമ്മച്ചിയുടെ വായ പൊത്തിപ്പിടിച്ചു. ഇനി ഇങ്ങനത്തെ വർത്തമാനം പറയണ്ട, എനിക്കത് കേൾക്കുകയും വേണ്ട. അത്രയുമേ അവൾ പറഞ്ഞുള്ളൂ. എങ്കിലും അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അത് സന്തോഷം കൊണ്ടായിരിക്കുമോ? കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം തോന്നാതിരിക്കില്ലല്ലോ. അത് താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്തേക്കണം. എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് വിട്ടേക്കണം. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും കേട്ടോ.